ഹലോ. അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 5ാം ക്ലാസ്സിലെ 2 ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് 3 ഡയമെൻഷണൽ ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ട ഡ്രോയിങ് ആണ്. 3 ഡയമെൻഷണൽ ഷേപ്പ് നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കണം. രണ്ടാമത്തെ കാര്യം നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലെ പ്ലേസ് വാല്യൂമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് എന്തായാലും റെക്കോർഡ് ചെയ്യുന്നുണ്ട് ക്ലാസ്, അതിൻ്റെ കൂടെ പറയാം എന്നുള്ളത് കൊണ്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 2 കാര്യങ്ങൾ പറയുന്നു. പെട്ടെന്ന് ചെറിയൊരു വീഡിയോ ആണ്, നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. എക്സാമിനേഷൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം വരിക. ചൊവ്വാഴ്ച ഞാൻ തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ 2 പീരീഡ് വരുന്ന ദിവസം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം വരിക. വരച്ച ഷേപ്പുകളൊക്കെ കൃത്യമായിട്ട് വരക്കുക. അതിൽ പ്രധാനപ്പെട്ട ഒരു ഷേപ്പാണ് ഞാനിപ്പം പറയാൻ പോകുന്ന ഈ 3 ഡയമെൻഷണൽ ഷേപ്പ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അത് കൃത്യമായ രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇതിനെ 3 ഡയമെൻഷണൽ ഷേപ്പ് നമുക്കറിയാം. എന്താണ് 3 ഡയമെൻഷണൽ ഷേപ്പ്? ഈ 3D പണ്ടത്തെ മൈഡിയർ കുട്ടിച്ചാത്തനൊക്കെ 3D ആണ് എന്നൊക്കെ നമുക്കറിയാലോ. ഒരുപാട് ഡയമെൻഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. 1D ഡയമെൻഷൻ ഉണ്ട്, 2D ഡയമെൻഷൻ ഉണ്ട്, 3D ഡയമെൻഷൻ ഉണ്ട്, 7 ഡയമെൻഷൻസ് ഉണ്ട്. ഈ ഡയമെൻഷൻസ് എന്താണെന്നൊന്നും ഇപ്പോൾ മനസ്സിലാക്കണ്ട. നമ്മുടെ ഗ്രാഫുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അത്രയൊന്നും പഠിക്കാനൊന്നുമില്ല. ഇപ്പോൾ തൽക്കാലം 3D ഷേപ്പുകൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇപ്പോൾ ഒരു 3D ഷേപ്പ് വരക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു ഷേപ്പ് വരച്ചു, അതേപോലെ തന്നെ ഇവിടെ വേറൊരു ഷേപ്പ് വരച്ചു, ഇതിങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞു അല്ലേ. ഇത്തരം ഷേപ്പുകളൊക്കെ നിങ്ങൾ പലപ്പോഴും വരക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ ഷെയ്ഡെല്ലാം കൊടുത്ത് നിങ്ങൾ പലപ്പോഴും ഭംഗിയാക്കാറുണ്ട്. നേരെ വരക്കുന്ന കുത്തനുള്ള, കുറച്ചും കൂടി കുത്തനുള്ള വരക്കുകയാണെങ്കിലോ ഇതേപോലെ ഒരു ചിത്രം വരക്കുന്നു, അതേപോലെ തന്നെ വേറൊന്ന് വരക്കുന്നു, ഇതിങ്ങനെ യോജിപ്പിക്കുന്നു. ഇങ്ങനെ വരക്കുന്ന ഷേപ്പുകളൊക്കെ ഉണ്ടല്ലോ. ഇത്തരം 3D ഷേപ്പുകൾ എന്ന് പറയും. കാണുമ്പോൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന പോലെ നിൽക്കുന്ന ഷേപ്പുകളാണ് 3 ഡയമെൻഷണൽ ഷേപ്പ്. ഇതെങ്ങനെ വരക്കാം എന്നുള്ളതാണ് നമ്മൾ നിലവിൽ ഉദ്ദേശിക്കേണ്ടത്. അതിൽ ആദ്യം ചെയ്യേണ്ടത് 2 കേസുകൾ പറയാം. ഒന്ന്, ഇത് രണ്ടും നിങ്ങൾ വരക്കണം. ഒന്ന് സാധാരണ ഒരു റെക്റ്റാങ്കിളിന്റെ കേസാണ്. 2 സ്ക്വയറിന്റെ കേസാണ്. സ്ക്വയർ. റെക്റ്റാങ്കിളും സ്ക്വയറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റെക്റ്റാങ്കിളും സ്ക്വയറും തമ്മിലുള്ള സാമ്യം എന്താണ്? എല്ലാ കോണുകളും 90 ഡിഗ്രി ആണ് എന്നുള്ളതാണ്. എല്ലാ കോണും 90 ഡിഗ്രി ആയിരിക്കും. എന്താണ് വ്യത്യാസം? സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ എല്ലാ സൈഡും എന്താണ്? ഈക്വൽ ആയിരിക്കും. എല്ലാ സൈഡും ഈക്വൽ സൈഡ് ആയിരിക്കും. ഏതിൻ്റെത്? സ്ക്വയറിൻ്റെ കേസിൽ ഉണ്ടാവുക. ഇത് ഉപയോഗിച്ചിട്ട് ഈ 2 കാര്യങ്ങളും, ഒന്ന് റെക്റ്റാങ്കിളിൻ്റെയും അതേപോലെ തന്നെ സ്ക്വയറിൻ്റെയും 3 ഡയമെൻഷണൽ ഷേപ്പ് വരച്ചാൽ ഇത് കഴിഞ്ഞു. ഇത് പെർഫെക്റ്റ് ആയിട്ട് കഴിഞ്ഞു. പിന്നെ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിനെ കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം. അപ്പോൾ സമയം കളയണ്ട. ആദ്യം നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ വരക്കാം. റെക്റ്റാങ്കിൾ വരക്കാൻ ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ച് കാണാം. നിങ്ങൾ വരക്കേണ്ടത് ലെങ്ത് 6 സെന്റിമീറ്ററും അതേപോലെ തന്നെ വിഡ്ത്ത് ഒരു 4 സെന്റിമീറ്റർ ഉള്ള ഒരു റെക്റ്റാങ്കിൾ ആണ് വരക്കേണ്ടത്. അതിന്റെ ലെങ്ത് 6 ആണ്, അതേപോലെ തന്നെ വിഡ്ത്ത് 4 സെന്റിമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ലെങ്ത് വരക്കണം. സാധാരണ സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരക്കുക. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ ഒരു മോഡൽ എടുത്ത് വരക്കുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് സ്കെയിൽ ഉപയോഗിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു 6 സെന്റിമീറ്റർ ലൈൻ നമ്മൾ വരക്കുക. ഒരു 6 സെന്റിമീറ്റർ ലൈൻ വരക്കുന്നു. 2 പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്ത് അറ്റത്ത് 6 സെന്റിമീറ്റർ ആണ്. പിന്നെയോ അതായത് എഴുതണമെന്നില്ല, എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ വരക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അളവെടുത്ത് വരച്ചാൽ മതി. പിന്നെ വിഡ്ത്ത് 4 സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ വിഡ്ത്ത് വരക്കാറുള്ളത് എന്നൊക്കെ ഓൾറെഡി പഠിപ്പിച്ചാണ്. നമുക്ക് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ ചേർത്ത് വെക്കുന്നു. വളമൊന്നുമില്ലാതെ കറക്റ്റ് വരയോട് കറക്റ്റായിട്ട് ചേർത്ത് വെക്കുക. അതിനുശേഷം മുകളിലോട്ടേക്ക് എത്രയാണ്? 4 സെന്റിമീറ്റർ അല്ലേ പറഞ്ഞ? കൃത്യമായിട്ട് 4 സെന്റിമീറ്റർ സ്കെയിലെടുത്ത് വരക്കുക. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരക്കുക. ഞാൻ ഇവിടെ വരക്കുമ്പോൾ കുറച്ച്
ചെരിഞ്ഞിട്ടുണ്ടാവുക, നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ വരക്കും കൃത്യമായിട്ട് വരക്കുക. ഇത് നേരെ റൊട്ടേറ്റ് ചെയ്താൽ മതി. തിരിച്ചിട്ട് നേരെ ഇവിടെ വെക്കുക. അടുത്ത് ഈ ഭാഗത്തല്ലേ വരക്കേണ്ടത്, ഈ ഭാഗത്ത് കൃത്യമായിട്ട് വരക്കുക. കൃത്യമായിട്ട് വരയോട് ചേർന്ന് നിൽക്കണം. അതിനുശേഷം ഈ ഭാഗത്ത് നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, വര വരക്കുക. നിങ്ങൾ വരക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പെർഫെക്റ്റ് ആയിട്ട് വരണം. വരയ്ക്കുന്നു. അതിനുശേഷം നമ്മുടെ മുകളിലത്തെ 2 വരകളും നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള മുകളിലുള്ള 2 വരകളും സ്കെയിൽ ഉപയോഗിച്ച് ഇങ്ങനെ യോജിപ്പിക്കുകയാണ്. അപ്പം നമുക്കൊരു റെക്റ്റാങ്കിൾ കിട്ടും. അപ്പോൾ റെക്റ്റാങ്കിൾ വരക്കാൻ പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവും എന്തായാലും. അത് കൃത്യമായിട്ട് വരച്ചു പഠിക്കണം, റെക്റ്റാങ്കിൾ എങ്ങനെയാണ് വരക്കേണ്ടത് എന്നുള്ളത്. ഇനി ചെയ്യേണ്ടത് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഭാഗം ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ വരച്ച ഈ 2 പോയിന്റുകൾ ഇവിടെ സ്കെയിൽ ചേർത്ത് വെച്ചിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് ആഡ് ചെയ്യാം. ഈ ഭാഗത്ത് ഡോട്ടഡ് ലൈൻസ് ആഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇതുപോലത്തെ ഫിഗർ വരച്ചിനോ, ഡോട്ടഡ് ലൈൻസ് ആഡ് ചെയ്യുന്നത് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിന് പറഞ്ഞിട്ടില്ല എങ്കിൽ ഇപ്പോൾ വരച്ച് പ്രാക്ടീസ് ചെയ്യാം. അതേപോലെ തന്നെ മുകൾ ഭാഗത്ത് ഈ 2 ഭാഗത്തും സ്കെയിൽ വെച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യാം, ഡോട്ടഡ് ലൈൻസ് ആഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മുടെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ബാക്കി വരക്കേണ്ടത്. സെറ്റ് സ്ക്വയറിൽ ഏതെങ്കിലും ഒരു ആംഗിൾ എടുത്തിട്ട്, ഇപ്പം ഞാൻ 60 ഡിഗ്രി എടുക്കുന്നതെങ്കിൽ 60 ഡിഗ്രി കോണ നമ്മൾ ഈ സെറ്റ് സ്ക്വയറിൽ എടുത്തിട്ട് നമ്മൾ നേരത്തെ അളവെടുത്ത ഭാഗത്ത് എന്ത് ചെയ്യാം, ചേർത്ത് വെക്കുക. നേരത്തെ അളവെടുത്ത ഭാഗത്ത് തന്നെ ചേർത്ത് വെച്ചാൽ മതി. ഇതേപോലെ ചേർത്ത് വെക്കുക. എത്രയാണോ നമ്മൾ മുകളിലോട്ടേക്ക് വരയ്ക്കാൻ പറഞ്ഞത് അതിനനുസരിച്ച് വരയ്ക്കുക. തൽക്കാലം ഇവിടെ 2 സെൻറ്റിമീറ്റർ മുകളിലോട്ടേക്ക് വരക്കുക. 2 വരമ്പ് ഏകദേശം പകുതി ഉണ്ടാവും, ഇത്രയും ഉണ്ടാവുള്ളൂ. 2 സെൻറ്റിമീറ്റർ മുകളിലോട്ടേക്ക് വരക്കുന്നു. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ഇത് നേരെ മുകളിൽ കയറ്റി വെക്കുക. ഇവിടെയും വെക്കുക, കറക്റ്റായിട്ട് വെക്കുക. അവിടെയും നമ്മൾ കൃത്യമായിട്ട് 2 സെൻറ്റിമീറ്റർ വരക്കുക. വീണ്ടും നമ്മൾ ഇതിനെ എടുത്തിട്ട് മുകൾ ഭാഗത്ത് ഇവിടെ വീണ്ടും ചേർത്ത് വയ്ക്കുക. ഇവിടെയും 2 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ഓക്കെ ആണല്ലോ. അതിനുശേഷം സെറ്റ് സ്ക്വയർ മാറ്റി വെക്കുക. ഈ വരച്ച ഭാഗങ്ങൾ യോജിപ്പിക്കുക. അപ്പം നമ്മൾ ഏതൊക്കെയാണ് വരച്ചത്, ഇത് രണ്ടും കൂടി ഇങ്ങനെ വരച്ചു ഇത് യോജിപ്പിക്കണം. സ്കെയിൽ ഉപയോഗിച്ചിട്ടേ വരക്കാവുള്ളൂ. ഞാൻ വരക്കുമ്പോഴും മാറും, ഇതിൽ വരക്കുന്നത് കൊണ്ട് വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ വരക്കുമ്പോൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരക്കുക, ഇതും യോജിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു 3 ഡയമെൻഷനൽ 3 ഡയമെൻഷനായിട്ട് തോന്നിക്കുന്ന ഒരു ഫിഗർ നിങ്ങൾക്ക് കിട്ടും. ഇതുപോലെ തന്നെയാണ് സ്ക്വയറിൻ്റെയും ചെയ്യേണ്ടത്. സ്ക്വയറിൻ്റെ എങ്ങനെയാണ് ചെയ്യാം, സാധാരണ നമ്മൾ സ്ക്വയർ വരക്കാൻ നിങ്ങളെ പഠിപ്പിച്ച് കാണല്ലോ, അതുപോലെ സ്ക്വയർ ആദ്യം വരക്കുക. എങ്ങനെയാണ് സ്ക്വയർ വരക്കുക, സ്ക്വയർ വരക്കാനൊക്കെ പഠിപ്പിച്ചാണ്. സ്ക്വയർ വരക്കുമ്പോൾ ആദ്യം നമ്മൾ ബേസ് ആയിട്ട് സ്ക്വയർ വരക്കേണ്ട അളവ് ഞാൻ ഇവിടെ കൊടുക്കാം. സ്ക്വയറിൻ്റെ അളവ് വൺ സൈഡ് 4 സെൻറ്റിമീറ്റർ എടുത്തിട്ടാണ് സ്ക്വയർ വരക്കേണ്ടത്. അപ്പോൾ ഹോംവർക്കായിട്ട് ഇത് ആദ്യം ചെയ്യണം, അതിനുശേഷം സ്ക്വയറിൻ്റെ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. സ്ക്വയർ വരക്കുമ്പോൾ ആദ്യം 4 സെൻറ്റിമീറ്റർ വരക്കുന്നു, 4 സെൻറ്റിമീറ്റർ വരക്കുന്നു. പിന്നീട് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് മുകളിലോട്ടേക്ക് 4 വരക്കുന്നു. ഈ സൈഡിൽ മുകളിലോട്ടേക്ക് 4 വരക്കുന്നു. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് തന്നെ വരക്കണം. ഞാനിപ്പോൾ തൽക്കാലം കാണിക്കേണ്ടിയിട്ട് റഫായിട്ട് മാത്രമാണ് വരക്കുന്നത്. മുകളിലും യോജിപ്പിക്കുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഭാഗത്ത്, ഈ 2 പോയിന്റിന്റെ ഭാഗത്ത് സ്കെയിൽ വെച്ചിട്ട് ഇവിടെ ഡോട്ടഡ് ലൈൻസ് ആഡ് ചെയ്യുന്നത് നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അതേപോലെ തന്നെ മുകൾ ഭാഗത്തും ഈ 2 പോയിന്റിലും നമ്മൾ കൃത്യമായിട്ട് ഡോട്ടഡ് ലൈൻസ് കറക്റ്റ് സ്കെയിൽ വെച്ചിട്ട് തന്നെ ആഡ് ചെയ്യണം. സ്കെയിൽ വെച്ചിട്ട് തന്നെ ആണെങ്കിൽ അതെന്ത് കിട്ടുള്ളൂ, നേർരേഖയായിട്ട് കിട്ടുള്ളൂ. ഇത് നമുക്ക് നേരത്തെ എടുത്താൽ സെറ്റ് സ്ക്വയർ വീണ്ടും യൂസ് ചെയ്യാം. ഇതേ സെറ്റ് സ്ക്വയർ എടുക്കുന്നു, നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യത്തെ ലൈനിൽ ചേർത്ത് വെക്കുന്നു. മുകളിലോട്ടേക്ക് എത്ര തന്നെ വരക്കേണ്ടി വരും, 4 തന്നെ വരക്കേണ്ടി വരും. അത് കുറച്ചും കൂടി വിടുത്തിൽ വരക്കണം. മുകളിലോട്ടേക്ക് 4 സെൻറ്റിമീറ്റർ വരക്കുന്നു. കുറച്ച് വളഞ്ഞു പോയാ വരക്കുമ്പോൾ അത് കറക്റ്റ്, നിങ്ങൾ സ്കെയിൽ വെച്ച് വരക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. പിന്നെയോ നേരെ സെറ്റ് സ്ക്വയർ എടുത്ത് മുകളിൽ കൊണ്ടുവയ്ക്കുന്നു, ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. വീണ്ടും കറക്റ്റായിട്ട് 4 സെൻറ്റിമീറ്റർ വരക്കുന്നു. ഇനി ഒരു സ്ഥലത്ത് കൂടി വരക്കാനുണ്ടല്ലേ, തുടക്കത്തിലും കൂടി സെറ്റ് സ്ക്വയർ ചേർത്ത് സെയിം ആംഗിൾ യൂസ് ചെയ്യണം, ഒരേ കോൺ യൂസ് ചെയ്യണം, മാറ്റരുത്.
വീണ്ടും 4 സെൻറ്റിമീറ്റർ കറക്റ്റ് എടുത്ത് വരക്കുന്നു. അതിനുശേഷം നമ്മുടെ സെറ്റ് സ്ക്വയർ മാറ്റി വയ്ക്കുന്നു. നേരത്തെ ചെയ്ത പോലെ എല്ലാം യോജിപ്പിക്കുന്നു. കൃത്യമായിട്ട് ഇങ്ങനെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 3 ഡയമെൻഷണൽ ഷേപ്പ് കിട്ടും. എല്ലാ സൈഡും എത്ര എടുക്കണം? 4 സെൻറ്റിമീറ്റർ തന്നെ എടുക്കണം. എല്ലാ സൈഡും 4 സെൻറ്റിമീറ്റർ തന്നെ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നല്ല ഭംഗിയുള്ള ഒരു 3 ഡയമെൻഷണൽ ഷേപ്പ് നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് ഈ ഭാഗം എന്ത് ചെയ്താൽ മതി? നിങ്ങൾ കൃത്യമായിട്ട് കളറൊക്കെ കൊടുത്ത് ഷെയ്ഡൊക്കെ കൊടുത്ത് ഇതെല്ലാം ഷെയ്ഡൊക്കെ കൊടുത്ത് കളറൊക്കെ കൊടുത്ത് നല്ല വൃത്തിയിൽ എന്ത് ചെയ്താൽ മതി? ടെക്സ്റ്റ് ബുക്കിലുള്ളതുപോലെ ഭംഗിയാക്കിയാൽ മതി. ക്ലിയർ ആണല്ലോ? ഇതാണ് 3 ഡയമെൻഷണൽ ഷേപ്പ് പരീക്ഷയ്ക്ക് വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്താൽ മതി? കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചാൽ തന്നെ വലിയ കുഴപ്പങ്ങളില്ലാണ്ട് നമുക്ക് പാസ്സാകാൻ പറ്റും. ഇപ്പോഴുള്ള ചാപ്റ്റർ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിൽ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. നമ്മൾ പറയുന്നുണ്ട് അതിൽ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഒന്ന് എന്താണ് റേഡിയസ്, ആ റേഡിയസ് എന്താണ്, അതേപോലെ തന്നെ ഡയമീറ്റർ എന്താണ്, എങ്ങനെയാണ് കോമ്പസ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. സർക്കിൾ വരക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വരച്ച് പഠിച്ചെങ്കിൽ മാത്രമേ മാർക്ക് ഉഷാറായിട്ട് ഫുൾ മാർക്കിംഗ് ഒരു വളരെ കോൺഫിഡൻറ്റോടുകൂടി നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. പരീക്ഷയ്ക്ക് വരുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് നല്ല മക്കളായിട്ട് ഇരുന്ന് ചെയ്ത് പഠിച്ച് എനിക്ക് ഈ പാഠത്തിൽ എന്ത് വേണമെങ്കിൽ മാഷ് ചോദിച്ചോളൂ, ഞാൻ ഉത്തരം പറഞ്ഞോളാം എന്ന് പറയുന്ന കോൺഫിഡൻസോടുകൂടി നിങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യണം? പരീക്ഷ എഴുതണം. നല്ല മക്കളായിട്ട് വരിക. ആ പാഠത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ, നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ, സർക്കിളിന് മുന്നേ പഠിപ്പിച്ച കാര്യങ്ങൾ, ഷേപ്പ് വരക്കുന്ന കാര്യങ്ങൾ എല്ലാം എന്ത് ചെയ്യുക? കിലോ പേപ്പറിൽ അല്ലെങ്കിൽ ന്യൂസ് പ്രിൻ്റ് പേപ്പറിൽ വരച്ച് പഠിക്കുക. അതിശക്തമായിട്ട് നല്ല മക്കളായിട്ട് വരണം. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ആഡ് ചെയ്യുന്ന ആ ഒരു ടോപ്പിക്ക് അതിൽ നമ്മൾ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പഠിക്കാനുള്ളത് നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്ന് ഓർത്തെടുത്താൽ മതി. അതിൽ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് ഒന്ന് പഠിക്കണം. അതിൽ വൺസിന്റെ പൊസിഷനും അതേപോലെ തന്നെ 10th പൊസിഷനൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. അതെല്ലാം ഒന്ന് കൃത്യമായിട്ട് പഠിക്കണം. ഇതുപോലത്തെ ഒരു ഫിഗർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു വലിയ നമ്പർ ആണല്ലേ, മില്യൺ വരെ തോന്നിക്കുന്ന ഒരു വലിയ നമ്പറാണ്. അതിലിവിടെയുള്ള ഈ ഫസ്റ്റ് ഉള്ള നമ്പർ, ആദ്യമുള്ള നമ്പർ ആണെന്ന് പറയുന്നത് വൺസിന്റെ പൊസിഷൻ ആണല്ലേ. വൺസ് എന്നല്ലേ പറയാറുള്ളത് പഠിച്ചത്. അല്ലെങ്കിൽ അതിന് യൂണിറ്റ് പൊസിഷൻ എന്ന് വേണമെങ്കിലും പറയാൻ പറ്റും. ആദ്യമുള്ള നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയാം? വൺസിന്റെ പൊസിഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയാം. രണ്ടും നമ്മൾ ആദ്യത്തെ നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് വൺസ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കറിയാം അടുത്ത ഏതാണ്? ടെൻസ് ആണ് പൊസിഷൻ എന്ന് പറയുന്നത്. ടെൻസ് കഴിഞ്ഞാൽ പിന്നെ ഏതാ വരിക? 100 ആണ് പൊസിഷൻ എന്ന് പറയുന്നത്. 100 കഴിഞ്ഞാൽ പിന്നെ ഏതാ വരിക? 1000 ആണ് അല്ലേ. 1000 ആണ് പൊസിഷൻ. 1000 കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? 10,000 ആണ് പൊസിഷൻ. 10,000 കഴിഞ്ഞാലോ പിന്നെയുള്ളത് 100,000s വരുന്ന പൊസിഷനാണ്. അത് കഴിഞ്ഞാൽ മില്യൺ വരുന്ന പൊസിഷനാണ്. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഒരു 1000, 10,000 അല്ലെങ്കിൽ ലാക്ക് വരെയുള്ള. ഇത് ലാക്ക് മാർക്ക് ചെയ്തിട്ടില്ല, 100,000s എന്ന് പറഞ്ഞാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ലാക്ക് നമ്മൾ ചെയ്യുമ്പോൾ പഠിക്കും. അപ്പോൾ ഇതിന് മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം പറയേണ്ടത് എന്താണ്? ഡിജിറ്റ് എന്ന് മനസ്സിലാക്കണം. ഡിജിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സംഖ്യയും സെപ്പറേറ്റ് പറയുന്ന പേരാണ് ഡിജിറ്റ്. ഓരോ സംഖ്യയും സെപ്പറേറ്റ് പറയുന്ന പേരാണ്, ഓരോ നമ്പറിനെയും സെപ്പറേറ്റ് എടുത്ത് പറയുന്ന പേരാണ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം 8 എന്ന് പറയുന്നത് ഒരു ഡിജിറ്റ് ആണ്, 6 എന്ന് പറയുന്നത് ഒരു ഡിജിറ്റ് ആണ്, 4 എന്ന് പറയുന്നത് വേറൊരു ഡിജിറ്റ് ആണ്, 1 എന്ന് പറയുന്നത് വേറൊരു ഡിജിറ്റ് ആണ്, 3 എന്ന് പറയുന്നത് വേറൊരു ഡിജിറ്റ് ആണ്, 2, 7 എന്നൊക്കെ പറയുന്നത് വേറെ ഒരു ഡിജിറ്റ് ആണ്. അപ്പൊ ഇൻഡിവിജ്വലി ആണ് ഡിജിറ്റ് പറയുന്നത്. ഓരോ ആൾക്കാരെയും വെച്ചിട്ട് മാത്രമാണ് ഡിജിറ്റ് പറയുന്നത്. 68 എന്ന് പറയുന്നത് ഒരു ഡിജിറ്റ് ആണോ? അല്ല. ഇൻഡിവിജ്വലി ഓരോ നമ്പേഴ്സിനെയും നമ്മൾ എണ്ണുമ്പോഴാണ് ഡിജിറ്റ് പറയുക. അപ്പൊ നമ്മൾ പറയും
68 എത്ര ഡിജിറ്റ് ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ആരൊക്കെ? 6ഉം 8ഉം. അപ്പൊ 68 എന്ന് പറയുന്ന നമ്പർ എഴുതുകയാണെങ്കിൽ 68 എന്ന് പറയുന്ന നമ്പർ എഴുതുകയാണെങ്കിൽ അതിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? ഇതേ നോക്കൂ, 2 ഡിജിറ്റ് ഉണ്ട്, 6ഉം 8ഉം. വേറൊരു നമ്പർ എടുക്കാം. 100 എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കുകയാണ്. 100ൽ എത്ര ഡിജിറ്റ് ഉണ്ട് മക്കളെ? 1, 2, 3 ഡിജിറ്റ് ഉണ്ട്. വേറൊരു നമ്പർ എടുക്കാം. 1867. ഇതിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 1, 2, 3, 4 ഡിജിറ്റ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓരോ ഡിജിറ്റ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ അതിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടി. ഇന്ന് ഞാൻ വേറൊരു കുസൃതി ചോദ്യം ചോദിക്കാം. 6 എന്ന് പറയുന്നതിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? ഒറ്റ ഡിജിറ്റേ ഉള്ളൂ, 6 മാത്രം. ക്ലിയർ ആണല്ലോ? അപ്പൊ ആ കാര്യങ്ങൾ ഒന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു വെക്കണം. ഡിജിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അതിന്റെ കൂടെ തന്നെയാണ് ഡിജിറ്റ് സം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഡിജിറ്റ് സം എന്ന് പറയുന്ന, സം എന്ന് വെച്ചാൽ തുക എന്നാണ് അർത്ഥം. വളരെ എളുപ്പമാണ്. ഇപ്പൊ 12 എന്ന് പറയുന്ന ഒരു സംഖ്യ, അതില് എത്ര ഡിജിറ്റ് ഉണ്ട് മക്കളെ? നോക്കിയേ, ഡിജിറ്റും ഡിജിറ്റ് സമ്മും നോക്കാലോ. 12 എന്ന് പറയുന്ന സംഖ്യ, അതിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 1, 2 ഡിജിറ്റ് ഉണ്ട്. ഡിജിറ്റ് സം എന്ന് പറഞ്ഞാൽ ആ ഡിജിറ്റുകൾ വെറുതെ കൂട്ടി എഴുതിയാൽ മതി. 1ഉം 2ഉം കൂടി കൂട്ടിയാൽ എത്രയാടോ? 3. എന്തൊരു എളുപ്പാ. രണ്ടാമത്തെ സംഖ്യ എടുത്തു നോക്കാം. 100. അതിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞു 1, 2, 3 ഡിജിറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടി കൂട്ടിക്കോ. 1 കൂട്ടണം 0 കൂട്ടണം 0 എത്രയാ? 1. അപ്പൊ 100ന്റെ ഡിജിറ്റ് സം എത്രയാ? 1 ആണ്. വേറൊരു ചോദ്യം എടുത്തു നോക്കാം. മൂന്നാമത്തത് 421. ഇതിൽ എത്ര ഡിജിറ്റ് ഉണ്ട് നോക്കാലോ. 1, 2, 3 ഡിജിറ്റ് ഉണ്ട്. എത്രയാ ഡിജിറ്റ് സമ്മ്? ഇതെല്ലാം കൂടി കൂട്ടിയാൽ മതി അല്ലേ? 4ഉം 2ഉം 6, 6ഉം 1ഉം 7. വേറൊരു നമ്പർ എടുക്കാം. 4. 1082. 1082 എത്ര ഡിജിറ്റ് ഉണ്ട്? 1, 2, 3, 4 ഡിജിറ്റ് ഉണ്ട്. 4 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ ഡിജിറ്റ് സം എത്രയാണ്? എല്ലാം കൂടി കൂട്ടണം. 1 കൂട്ടണം 0 കൂട്ടണം 8 കൂട്ടണം 2 എത്രയാ വരിക? 1ഉം 0ഉം കൂടി കൂട്ടിയാല് 1 തന്നെ. പിന്നെ അതിന്റെ ഒപ്പം 8 കൂട്ടിക്കഴിഞ്ഞാല് 9, 2 കൂട്ടിക്കഴിഞ്ഞാല് 11. അപ്പൊ എത്ര ഡിജിറ്റ് സം വരിക? 11 ഡിജിറ്റ് സം വരിക. ഇത്രയേ ഉള്ളൂ. വലിയൊരു സംഖ്യ വേണം അതിന്. 5. 1, 2, 5, 6, 7. ഇതെത്രയാ വായിക്കുക? പൊസിഷൻ നോക്കിയേ. ഒറ്റ, 10, 100, 1000, 10000. അപ്പോൾ 12567. 12,567. 12,567. ഇതെന്താ ചെയ്യാം? നിങ്ങൾ ചെയ്ത് നോക്കിയേ. ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കിക്കോളൂ. ഇതൊക്കെ നോട്ടിന്റെ പിറകിൽ എഴുതിയാൽ മതി. നോട്ടിന്റെ പിറകിൽ എഴുതിയാൽ മതി. എത്ര ഡിജിറ്റ് ഉണ്ട് നോക്കിയേ. 1, 2, 3, 4, 5. 5 ഡിജിറ്റുകളാണുള്ളത്. ഡിജിറ്റ് സമ്മ് നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഡിജിറ്റ് സം എല്ലാം കൂടി കൂട്ടിയിട്ട് ഡിജിറ്റ് സം എന്ത് ചെയ്യാം? കണ്ടുപിടിച്ച് എഴുതിയാൽ മതി. ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു പോയിന്റും കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒറ്റൊരു പോയിന്റ് കൂടി. അതാണ് ഈ സംഖ്യകളെ വേർതിരിച്ച് കാണുന്ന ഭാഗം, അല്ലെങ്കിൽ പ്ലേസ് വാല്യൂ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന കാര്യം. 1, 567 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയണം 7 എന്ന് പറയുന്നത് വൺസിന്റെ പൊസിഷനാണ്. 6 എന്ന് പറയുന്നത് 10ന്റെ പൊസിഷനാണ്. 5 എന്ന് പറയുന്നത് 5 എന്ന് പറയുന്നത് ഹൺഡ്രഡ്സിന്റെ പൊസിഷനാണ്. അതുകൊണ്ടാണ് 5 നൂറുകളല്ലേ ഇവിടെയുള്ളത്. എത്ര നൂറുകളുണ്ട്? 5 × 100. 5 നൂറുകളല്ലേ ഉള്ളത്. അപ്പൊ 500 കിട്ടി. പിന്നെയോ എത്ര 6 ഉണ്ട്? 6 × 10. ടെൻസിന്റെ പൊസിഷനിലല്ലേ 6 ഇരിക്കണേ. അപ്പൊ 6 × 10 എത്രയാണ്? 60. പിന്നെയോ 7 ഏതിന്റെ പൊസിഷനില്ല? വൺസിന്റെ. അപ്പൊ 7നെ 1 കൊണ്ട് ഗുണിക്കണം. 7നെ എത്ര കൊണ്ട് ഗുണിക്കണം? 1 കൊണ്ട് ഗുണിക്കണം. 7 × 1 എത്രയാണ്? 7. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി നോക്കിയേ. 7, 6,
5 567. ഈ കാര്യം നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കിയേ മതിയാകുള്ളൂ. ഇതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. ഓരോന്നിന്റെ പ്ലേസ് വാല്യൂ കൃത്യമായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയുള്ള നമ്പർ നോക്കിയേ, 678 അല്ലേ? അതിൽ വൺസിന്റെ പൊസിഷനിൽ ആരാ ഉള്ളത്? 8. കണ്ടാൽ അറിയാം. ടെൻസിൻ്റെലോ 7, ഹൺഡ്രഡ്സിൻ്റെലോ 6. എളുപ്പമല്ലേ? ഇത് നോക്കിയേ, നമ്പർ 25 അതിൽ വൺസിന്റെ പൊസിഷനിൽ ആരാ ഉള്ളത്? 5. ടെൻസിൻ്റെലോ 2. കഴിഞ്ഞില്ലേ? ഹൺഡ്രഡ്സിൻ്റെ ആരും ഇല്ലല്ലോ, അത് എഴുതണ്ട. 502. നിങ്ങൾ നോക്കിയേ, വൺസിന്റെ പൊസിഷനിൽ ആരാ ഉള്ളത്? 2. ടെൻസ് ആണെങ്കിലോ 0. ഹൺഡ്രഡ്സിൻ്റെതാണെങ്കിലോ 5. എളുപ്പമല്ലേ? ഒന്നും കാര്യമായിട്ട് ചെയ്യാനില്ലല്ലോ. 310 നോക്കിയേ, വൺസിന്റെ പൊസിഷനിൽ ആരാ ഉള്ളത്? 0. വൺസ് അതിൽ ആഡ് ചെയ്തിട്ടില്ല. ടെൻസിന്റെ പൊസിഷനിലോ ഒരാളുണ്ട്, ഒരു 10 മാത്രം ആഡ് ചെയ്തേ. പിന്നെയോ ഹൺഡ്രഡ്സിൻ്റെലോ 3 നൂറുകളുണ്ട്, അതുകൊണ്ടാണല്ലോ 300 ആയത്. 3 ഹൺഡ്രഡ്സ് ഉണ്ട്, അതുകൊണ്ടാണല്ലോ 300 ആയത്. 294 നോക്കുക, വൺസിന്റെ പൊസിഷനിൽ ആരാണ്? 4 ആണ്. ടെൻസിൻ്റെ 9 ആണ്. അതേപോലെ തന്നെ ഹൺഡ്രഡ്സിൻ്റെ ആരാണ് വരിക? 2 ആണ് വരിക. ഇത് രണ്ടും നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് നോട്ടിന്റെ ബാക്ക് സൈഡിൽ നമ്മൾ എക്സ്ട്രാ വർക്ക് പോലെ ഹോംവർക്ക് ആയിട്ട് എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതി. എളുപ്പമാണ്. 400ഉം അതേപോലെ തന്നെ 841 എളുപ്പമാണ്. കൃത്യമായിട്ട് ചെയ്ത് നോക്കിയിട്ട് വരിക. അപ്പൊ ബേസിക് ഐഡിയാസ് കിട്ടുക. അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യാന്ന് പറയുമോ, നമ്മൾ വലിയ വലിയ നമ്പേഴ്സുകളില്ല, നമ്പേഴ്സുകളൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരിക. അതായത് ടെൻസ് വരെയുള്ള നമ്പർ എടുത്തിട്ട് വരിക. അതേപോലെ തന്നെ ഹൺഡ്രഡ്സ് വരെയുള്ള നമ്പറൊക്കെ നോക്കുക. 1000 വരെയുള്ള നമ്പറൊക്കെ നോക്കുക. പിന്നെയോ 10,000 വരെയുള്ള നമ്പറൊക്കെ നോക്കുക. പിന്നെ ലാക്ക് വരെയുള്ള നമ്പറൊക്കെ എഴുതി നോക്കുക, എഴുതി പഠിക്കുക. അല്ലെങ്കിൽ 10 ലാക്ക് വരുന്ന നമ്പറുകൾ എഴുതി പഠിക്കുക. അതെന്തിനാ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു വലിയ നമ്പർ തന്നു വയ്ക്കാം, 837258 ഇങ്ങനെ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിന്റെ പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക്. അപ്പൊ ഇതെങ്ങനെയാ വായിക്കുക? എങ്ങനെ ഈ നമ്പറിനെ വായിക്കുക? 8,37,258. 3 ഭാഗങ്ങളുണ്ട് അല്ലേ? 8 ലക്ഷമുണ്ട്, 37,000 ഉണ്ട്, പിന്നെ ഒരു 258 ഉണ്ട്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കണം. ഇനി കുറച്ചും കൂടി വലിയ നമ്പർ ആണെങ്കിലോ 8,7,2,3,5,6,7 എന്ന് പറയുന്ന ഒരു നമ്പർ തന്നെങ്കിലോ വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക് ആയിട്ട് മാറിയല്ലേ? 10 ലാക്ക് ആയിട്ട് മാറിക്കഴിഞ്ഞത് എങ്ങനെ നമ്മൾ വായിക്കുക? 87,23,567. അപ്പൊ ഇങ്ങനെ വലിയ വലിയ നമ്പർ നിങ്ങൾക്ക് അറിയുന്ന സ്വന്തം നമ്പർ എഴുതി വെക്കുക, അല്ലെങ്കിൽ പാരന്റ്സ് എഴുതി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അത് വായിക്കാൻ വേണ്ടി പഠിച്ചാൽ മതി. ഇനി ഈ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇപ്പോ നിങ്ങൾ വിചാരിക്കണം, മാഷ് കുറെ നേരമായല്ലോ, ഇപ്പൊ അവസാനിപ്പിക്കാന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കണമല്ലോ. ഇപ്പൊ കഴിഞ്ഞു, ഇത് ലാസ്റ്റ് ആണേ. ഇത് കൂടി ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ, പാടൊക്കെ അങ്ങനെ എളുപ്പമായിട്ട് അങ്ങോട്ട് മാറും. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ട് മുന്നോട്ടേക്ക് പോകണം. ഇത് ഇത്രയേ ഉള്ളൂ. 1 ഡിജിറ്റ് നമ്പറുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. 1 ഡിജിറ്റ് നമ്പറുകൾ, ഒരു ഡിജിറ്റ് മാത്രമുള്ള നമ്പറുകൾ ഏതൊക്കെയാ പറഞ്ഞോ? 1, 2, 3, 4, 5, 6, 7, 8, 9 ഇതൊക്കെ ഒരു ഡിജിറ്റ് മാത്രമല്ലേ ഉള്ളൂ. ഡിജിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് 2 ഡിജിറ്റ് നമ്പറുകൾ ഏതൊക്കെയാ? 2 ഡിജിറ്റ് നമ്പറുകൾ 9 കഴിഞ്ഞിട്ട് ബാക്കി നോക്കിയാൽ മതി അല്ലേ? 10 2 ഡിജിറ്റ് ഉണ്ട്, 1ഉം 0ഉം. 11 2 ഡിജിറ്റ് ഉണ്ട്, 12, 13. ഇത് തീരുവാ. ഇതിങ്ങനെ പോയി എവിടെ വരെ പോകും? 90, 99 വരെ പോകും അല്ലെ? 99 വരെ 2 ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത 3 ഡിജിറ്റ് നമ്പർ എന്താണ്? 3 ഡിജിറ്റ് നമ്പർ ഇവിടെ തുടങ്ങാം. 99 കഴിഞ്ഞ് 100 3 ഡിജിറ്റ് ആയി. പിന്നെയോ 101, പിന്നെയോ 102. ഇതിങ്ങനെ പോയി എവിടെ അവസാനിപ്പിക്കുക? 999 അവസാനിക്കുക അല്ലെ? 4 ഡിജിറ്റ് നമ്പർ ആകുമ്പോഴോ, 4 ഡിജിറ്റ് നമ്പർ ആകുമ്പോഴോ, 4 ഡിജിറ്റ് നമ്പർ ആകുമ്പോഴോ
999 കഴിഞ്ഞാൽ പിന്നെ 1000 അല്ലേ, പിന്നെയോ 1001, 1002. ഇതിങ്ങനെ പോയി എവിടെ തീരുക? 9999ലേക്കാണ് നമ്മുടെ 4 ഡിജിറ്റ് നമ്പർ അവസാനിക്കുക. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. നല്ല രസമാണ് പഠിക്കാൻ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, ഏറ്റവും ചെറിയ 1 ഡിജിറ്റ് നമ്പർ ഏതാണ്? ശ്രദ്ധിച്ചു കേൾക്കണം. സ്മോളസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ ആരാണ്? 1 ആണല്ലേ. അതിൽ ഏറ്റവും സ്മോളസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ. ലാർജസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ ആരാണ്? 9 ആണ്. രസമില്ലേ? ഇനി അടുത്ത് നോക്കാം, 2 ഡിജിറ്റ് എടുക്കാം. സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ആരാണ്? ഏറ്റവും ചെറിയ 2 അക്ക സംഖ്യ ആരാണ്? 10 ആണ്. ചെറുതല്ലേ. ഏറ്റവും വലിയ 2 അക്ക സംഖ്യ ഏതാണ്? 99. എങ്ങനെയുണ്ട് പരിപാടി? ഏറ്റവും വലിയ 3 അക്ക സംഖ്യയുടെ കാര്യം 3 അക്ക സംഖ്യ ആദ്യം ചെറുത് പറയാം, നേരത്തെ പറഞ്ഞ പോലെ പറയാം. ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ആരാണ്? 100. 3 അക്കങ്ങളുണ്ട്, 1 0 0. 3 അക്കങ്ങൾ, ഡിജിറ്റുകൾ, 3 ഡിജിറ്റ്. സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ 100 ആണ്. അപ്പൊ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ആരാ? എല്ലാം 9 വരണ്ടേ? 999. 999. ക്ലിയർ ആണോ? 4 ഡിജിറ്റ് കാര്യം എടുക്കാം. സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ആരാണ്? 1000 ആണ്. അപ്പൊ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ആരാണ്? 9999 ആയിരിക്കും. രസമില്ലേ? അപ്പൊ ഇങ്ങനെ ഒരു 5 ഡിജിറ്റ് നിങ്ങൾ എഴുതി നോക്കിയേ, ഒരു 6 ഡിജിറ്റ് എഴുതി നോക്കിയേ. ലാസ്റ്റിലുള്ള നമ്പറും ഇവിടെ ലാസ്റ്റ് വരുന്ന നമ്പറും ആദ്യം വരുന്ന നമ്പറും ആരായിരിക്കും നോക്കിയേ. അപ്പൊ നല്ല രസമുണ്ടാവും എഴുതുമ്പോൾ. നമുക്ക് ആ ഒരു ട്രിക്ക് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? മതി, വൈൻഡപ്പ് ചെയ്തു. മിക്കവാറും നിങ്ങളുടെ മുഖമെല്ലാം മാറിയിട്ട്, മുഖത്തിന്റെ ഭാവമൊക്കെ മാറിയിട്ട് സങ്കടാവസ്ഥയിലേക്ക് ചിലപ്പം വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയൊന്നും വരരുത്. നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ചെയ്ത് പഠിക്കണം. നല്ല മക്കളായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.